ഹലോ ഹായ് നമസ്കാരം. ഒരുപാട് നാളായിട്ട് കേൾക്കുന്ന ഒരു പേരാണ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട്. ഒരുപാട് യൂട്യൂബ് വീഡിയോസിലും ഇപ്പൊ ചേട്ടന്റെ ചാനലിലുള്ള വീഡിയോസിലാണെങ്കിൽ ഒരുപാട് കേട്ട് വളരെ സുപരിചിതമായിട്ടുള്ള പേരാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു നമുക്ക് തന്നെ ഇവിടെ വന്നിട്ടൊന്ന് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് എന്നറിയാം. ഓക്കെ, അപ്പം ചേട്ടാ പറയൂ, എന്താണ് ശരിക്കും നിലമ്പൂർ? നമ്മളെ 365 ദിവസം നമുക്ക് ഓഫറുള്ള ഷോപ്പാണ് നമ്മളെ നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷൊർണൂര്. നമുക്ക് ചാനലുണ്ട്, കിടിലമണി എന്നാണ് ആ ചാനലിന്റെ നെയിം. കുറച്ചു പേരൊക്കെ കണ്ടിട്ടുണ്ടാവും, കണ്ടിട്ട് കുറെ പേര് പേര് എന്റെ പേര് മണികണ്ഠനാണ്. അപ്പൊ നമ്മൾ കിടിലൻ ഓഫറുകൾ ഇടുന്ന അപ്പൊ ഒരു കിടിലൻ മണി എന്നാക്കിയതാണ്. അത് അത്യാവശ്യം നമുക്ക് അതില് ഫോളോവേഴ്സ് നമുക്ക് ഒരു 30,000 32,000 ഉള്ളത്. പക്ഷെ ഫോളോവേഴ്സിനായിട്ട് കൂടുതൽ നമുക്ക് ചെന്നൈ, കോയമ്പത്തൂർ, ബാംഗ്ലൂരിൽ നിന്നൊക്കെ കസ്റ്റമർ വന്ന് എടുക്കലുണ്ട്. അപ്പൊ ഈ ഫർണിച്ചർ ഷോപ്പിന്റെ ഇതായ കാരണം ആൾക്കാർ കാണും, സബ്സ്ക്രൈബ് ചെയ്യാൻ ചിലപ്പോൾ ചെയ്തോളന്നില്ല, പക്ഷെ അത് കണ്ട് കുറെ ആളുകൾ വന്ന് എടുക്കലുണ്ട്, ദൂരെ നിന്നൊക്കെ വന്ന് എടുക്കലുണ്ട്. നമുക്ക് പറഞ്ഞാൽ ഇവിടെ പാവപ്പെട്ടവനായാലും പൈസക്കാരനായാലും ഒരൊറ്റ പ്രൈസ്, നമ്മുടെ എല്ലാ പ്രൈസുകളും നമ്മളെ വീഡിയോയിൽ നമ്മൾ ഇടും. അത് കാരണം തന്നെ നമുക്ക് ഒരുപാട് കസ്റ്റമർ ബാംഗ്ലൂരിൽ നിന്ന് ആയിക്കോട്ടെ വണ്ടി വാടക കൊടുത്ത് ഇവിടുന്ന് വന്ന് എടുക്കലുണ്ട്. നമുക്ക് 2 ഷോപ്പാണല്ലേ, ഒന്ന് ഷൊർണൂരുണ്ട്, ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷനിൽ മയിൽവാനം കമ്മ്യൂണിറ്റിയുടെ ഓപ്പോസിറ്റ്. നമുക്ക് ഇനിയൊരു ഷോപ്പ് വരുന്നത് ചെറുതുരുത്തി വെട്ടിക്കാട്ടിയാണ്. 2 ഷോപ്പിന്റെ പേരും നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് എന്നാണ് കേട്ടോ. അതെന്താ അറിയോ, ഷോപ്പ് ഈ നിലമ്പൂർ എന്നുള്ള പേര് കുറെ ഷോപ്പുകാരുണ്ട്. അപ്പൊ മാർട്ട് നമുക്ക് ഷോപ്പ് ഷൊർണൂരും ചെറുതുരുത്തി വെട്ടിക്കാട്ടിയാണ് ഉള്ളത്. പിന്നെ കിടിലമണി വീഡിയോയില് ഇന്ത്യയിൽ ഒരാളും 2300 വീഡിയോസ് 2400 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് ഒരു വീഡിയോ ഒക്കെ 2 മണിക്കൂർ 20 മിനിറ്റ് ഒക്കെ നിർത്താതെ കട്ട് ചെയ്യാതെ എടുത്ത വീഡിയോസ്. അപ്പൊ ഈ നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് എന്നുള്ള പേര് കേൾക്കുമ്പോ തന്നെ നമ്മൾ വിചാരിച്ചത് നിലമ്പൂരാന്നാണ് വിചാരിച്ചത്, പക്ഷെ ഇത് ഷൊർണൂരാണ്. ഷൊർണൂർ നമ്മളെ ഫാക്ടറി വരുന്നത് നിലമ്പൂരാണ്. നമ്മളെ കൂടെ ഉള്ള വേറെ ടീമുകൾ അവിടെ നിലമ്പൂരുള്ളവരാണ്, അവർക്ക് മില്ലുണ്ട്. അപ്പൊ നമ്മുടെ തന്നെ മില്ലിൽ നിന്ന് ചെയ്തിട്ട് നമ്മുടെ ഫാക്ടറിയിൽ ഉണ്ടാക്കി ചെയ്യുന്നവരുകൊണ്ടാണ് ഈ നിലമ്പൂർ ഫർണിച്ചർ എന്ന് പറഞ്ഞ പേര് പോലെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് തേക്കുകളൊക്കെ നിലമ്പൂരുള്ളത് തന്നെയാണ്. ഷോപ്പ് വരുന്നത് മാത്രമാണ് നമുക്ക് ഷൊർണൂരും നമ്മുടെ വെട്ടിക്കാട്ടിൽ 2 ഷോപ്പ് വരുന്നത്. അപ്പം ഈ ഫർണിച്ചറിന്റെ ഒക്കെ ഇടനിലക്കാരില്ല അല്ലേ? ഇടനിലക്കാരില്ലാതെ നമുക്ക് ഹോൾസെയിൽ പ്രൈസിലാണ് നമ്മളെ കസ്റ്റമർക്ക് നമ്മൾ കൊടുക്കുന്നത്. അത് കാരണം തന്നെയാണ് നമുക്ക് ഇത് ഈ ഒരു പ്രൈസിൽ കൊടുക്കാൻ പറ്റുന്നത്. ഇടനിലക്കാരുണ്ടെങ്കിൽ നമുക്ക് അവരുടെ മാർജിൻ എടുത്തിട്ടല്ല കൊടുക്കാൻ പറ്റും. നമ്മൾ ഹോൾസെയിൽ മേഖലയിൽ ആദ്യം ഉണ്ടായിരുന്നത്. ഞാനിപ്പോ ഈ ഫീൽഡിൽ 16 വർഷത്തോളമായി. അപ്പൊ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരും ഹോൾസെയിൽ മേഖലയിൽ ഉണ്ടായിരുന്നവരാ. അപ്പൊ ആ റേറ്റിൽ തന്നെ നമ്മുടെ കസ്റ്റമർക്ക് നമ്മൾ കൊടുക്കുന്നത്. അത് കാരണം തന്നെ ഈ പ്രൈസിൽ കൊടുക്കാൻ പറ്റുന്നത്. അതെ, ഓക്കെ. അപ്പൊ നമുക്കാണെങ്കിൽ ഇവിടെ ഒരുപാട് അലമാരകളും പിന്നെ ഈസി ചെയർ, ഈ ചെയർ ഭയങ്കര വൈറലായിരുന്നു. ഇത് ഒരുപാട് പേര് വന്ന് എടുത്തിട്ടില്ല. കേൽബ്രോ ബിജു പോലെയുള്ള, അതേപോലെ സംഗീത്, അപ്പൊ അങ്ങനെ ടോപ്പ് യൂട്യൂബേഴ്സ് വരെ വന്നിട്ട് അവര് 1-2 പേര് പറഞ്ഞു എന്നുള്ളൂ, കുറെ പേര് വന്ന് എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇതില് തേക്കിന്റെ ഐറ്റംസ് ആണ് ഇത് ഇവിടെ ഉരുട്ടിയിട്ട്. ഇത് മാർക്കറ്റില് 15-16 രൂപ മുകളിലാണ് വില വരിക. നമ്മളിത് കൊടുക്കുന്നത് ചെറിയ പ്രൈസിനാണ്, വെറും 7,900. അപ്പൊ നിങ്ങൾ ഇത്രയും ഡിസ്കൗണ്ടിലാണെങ്കിൽ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് എന്ത് പ്രോഫിറ്റ് ആയിരിക്കും? നമുക്ക് ഇതെന്താ വെച്ചാൽ ചെറിയ പ്രോഫിറ്റ് ആയിട്ട് നമ്മൾ ഒരാളുടെ നിന്ന് എടുക്കുന്ന പ്രോഫിറ്റ് 20 പേരോ 30 പേരാണ് എടുക്കുന്നത്. നമുക്ക് അത്രയും കസ്റ്റമർ വരും, അത്രയും കോണ്ടാക്ട് ഉണ്ടാവും. അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളെ പണിക്കാർക്ക് സ്ഥിരമായിട്ടുള്ള പണി, മില്ലില് സ്ഥിരമായിട്ടുള്ള പണി, അപ്പൊ അവർക്ക് കൂലി വെക്കുക. പിന്നെ നമ്മളെ ഹോൾസെയിൽ പ്രൈസിൽ തന്നെയാണ് കൊടുക്കുക. ഇനി ഇതിന്റെ തന്നെ പേപ്പർ ഹോൾഡൊക്കെ വരുമ്പോൾ ചെറിയൊരു മാറ്റം വരും. 10,990. ഇതിന് 3 ബെൽറ്റ് വരും. ഇനി 3 ബെൽറ്റ് മാത്രമേ ഉള്ളതുകൊണ്ട് ഇത് 2 ബെൽറ്റ് ആണ്. ഇത് 8,990. ഇതിൽ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. ഇരിക്കാനൊക്കെ നല്ല കംഫർട്ടാണ്. ഇരുന്ന് നോക്കിക്കോ. ഇല്ലില്ല, ഇരിക്കട്ടെ. ഇരുന്നോ, നല്ല ചാരി ഇരുന്നോ, കാല് നിവർത്തി വെച്ചാൽ മതി. കൊള്ളാട്ടാ, കൊള്ളാം, അടിപൊളി ചെയറാണേ. ഇത് TV കാണാനൊക്കെ. ഇത് കഴുത്തൊഴികെ ബാക്കി എല്ലാ ഭാഗവും ഇത് ടച്ച് ചെയ്യും. നമ്മള് നിലമ്പൂര് നാടൻ തേക്കിൽ ചെയ്യുന്നതാണ്. പിന്നെ ഇത് 7,990 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോപ്പിലേക്ക് വരുമ്പോ വില കൂട്ടോ കാര്യങ്ങളോ ചെയ്യില്ല. അപ്പൊ ഇതിന് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ എല്ലാ ആൾക്കാർക്കും കിട്ടണം. അപ്പൊ ചിലപ്പോ നമ്മളത്തെ പീസ് 5 പീസ് ആണെങ്കിൽ 10 പേര് വന്നാൽ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യമാണ്. അപ്പൊ നമ്മളത് എന്താ ചെയ്യുന്ന വെച്ചാൽ ബുക്കിംഗ് എടുക്കുക. 3-4 ആഴ്ചക്കുള്ളിൽ നമുക്കിത് കൊടുക്കും. അപ്പൊ നമ്മൾക്ക് 500 രൂപ കൊടുത്ത് നേരിട്ട് വന്ന് ബുക്ക് ചെയ്യാൻ എന്തിനാ പറയുന്നറിയോ? ഫോണിലൂടെ ആവശ്യക്കാരനെ വിളിക്കും, വെറുതെ വിളിക്കും. ശരിയാ. വെറുതെ അറിയാൻ വേണ്ടി കോമ്പറ്റീറ്റർ വിളിക്കും, ചിലപ്പോൾ വെറുതെ ഒരാള് വീഡിയോ കണ്ടന്റ് രീതിയിൽ വിളിക്കും. അപ്പൊ നമ്മള് ആദ്യം ഫോണിൽ കൂടെ ചെയ്തിട്ട് 100 കോള് വന്നാൽ ചിലപ്പോൾ അതിലൊരു ആവശ്യക്കാരനായിരിക്കും. ഈ ആവശ്യക്കാരനും തെറ്റിദ്ധരിക്കുകയാണ്. എല്ലാവർക്കും ഫോട്ടോ അയക്കണം, ഈ വീഡിയോ ചെയ്താലും ഫോട്ടോ അയക്കണം. അപ്പൊ നമ്മൾ ഈ സീസൺ സമയത്ത് നമ്മുടെ ഷോപ്പിലേക്ക് വരിക, ആ സ്ക്രീൻഷോട്ടുമായിട്ട് അതിലൊരു കമന്റ്, ഇപ്പൊ ഈ വീഡിയോക്ക് ഏത് വീഡിയോ കണ്ടിട്ടെന്ന് അറിയണ്ട, അതിലൊരു കമന്റ് ഇട്ടിട്ട് നമ്മുടെ കിടലമണി ചാനലും കണ്ട് വന്നു കഴിഞ്ഞാൽ ഷോറൂമിൽ കൊടുക്കുന്നത് വീഡിയോയിൽ ഇടുന്ന ഓഫർ പ്രൈസുകളാണ്.
അപ്പൊ ഷോപ്പില് ഇനിയിപ്പോ ആ കൺഫ്യൂഷൻ വേണ്ട വെച്ചിട്ട് വന്ന് കാണിച്ചു കഴിഞ്ഞാൽ ബുക്ക് ചെയ്താൽ 3 ആഴ്ച കൊണ്ട് നമ്മളിത് 3-4 ആഴ്ച കൊണ്ട് കിട്ടും. അത് 100% നമ്മളെ എല്ലാ ഓഫറും നമ്മളാ പറയുന്നുണ്ട്, അങ്ങനെ കിട്ടും. കാരണം ഇതെന്താ വെച്ചാൽ നമുക്കിപ്പോ ഒരു 1000 പേര് വന്നാലും കൊടുക്കണമെന്നുണ്ട്. പക്ഷെ ഇതിലൊരു 5 പേര് മാത്രം വീഡിയോക്ക് റീച്ച് ആവാൻ വേണ്ടി ഇത് ഞാനൊരു 2000 എന്നൊക്കെ പറഞ്ഞിങ്ങനെ കാണിച്ച് വീഡിയോ 1 ലക്ഷമോ 10 ലക്ഷം പേര് കണ്ടിട്ട് കാര്യമില്ല. നമുക്ക് നാളെയും ബിസിനസ് ചെയ്യേണ്ടതാ. അപ്പൊ നമ്മൾ അങ്ങനെ ആൾക്കാരെ കൊതിപ്പിച്ചിട്ട് വരുത്തിയിട്ട് നമുക്ക് ഒരു കാര്യമില്ല. അപ്പൊ നമുക്ക് ഇത് നമ്മൾ 4 വർഷമായി ഈ പ്രൈസ് ഇടുന്നു. ഈ പ്രൈസ് നമ്മള് കുറച്ചിട്ടില്ല കൂട്ടിയിട്ടില്ല വീഡിയോയിൽ കൊടുക്കണു. പക്ഷെ ഇത് ചിലപ്പോ വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ വണ്ടി എടുത്ത് വരരുത്. കാരണം ഇവിടെ വന്ന് ട്രെയിനിലോ കാര്യങ്ങളോ വന്നിട്ട് 500 രൂപ എടുത്ത് ബുക്ക് ചെയ്യുക. ഇത് അന്നേ വേണം പറയില്ല. ഓൺലൈനിൽ ഇപ്പൊ എന്താ വെച്ചാൽ ഓൺലൈനിൽ വിളിക്കുന്ന ആളുകൾ കറക്റ്റ് ആവണമെന്നില്ല. അപ്പൊ നേരിട്ട് വന്ന് ഷോപ്പിൽ വരുന്ന ആൾക്കാർ എന്തായാലും ആവശ്യക്കാരാവും. ഇത് ഇന്ന് തന്നെ ഇല്ലാന്ന് വെച്ചാൽ നമുക്ക് അരി പച്ചക്കറി ഒക്കെ വെച്ചാൽ അന്ന് ഭക്ഷണം കഴിക്കണം. ഇതിപ്പോ എന്തായാലും ബുക്ക് ചെയ്ത് പോയി 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞ് കിട്ടിയാൽ ഒന്നും സംഭവിക്കും. ഓൺലൈനിൽ വിളിച്ച് 500 രൂപ കൊടുത്തിട്ട് 500 രൂപ തരാന്ന് പറഞ്ഞിട്ട് ലോങ് ഉള്ളവർ ഒന്നില്ലാന്നെങ്കിൽ അത് ഈ സീസൺ സമയത്ത് ചിലപ്പോ വിളിക്കാം, ഈ ഫോട്ടോ അയക്കും. ഇതന്നെ കൺഫേം ആണ്, നിങ്ങൾ മാറ്റി വെച്ചോളൂ പറഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് 500 തന്നിട്ട് ആ ദിവസത്തേക്ക് ആക്കി. ഇതന്നെ കൺഫേം. ഈ ഫോട്ടോ കുറെ അയപ്പിക്കും, എല്ലാം ഫോട്ടോ വീണ്ടും എടുത്ത് അയപ്പിക്കും. ഉണ്ടോ ചോദിക്കും, ഇതന്നെ ആയിരിക്കും. അപ്പൊ ചേട്ടനാണെങ്കിൽ ഡിപ്പോ തേക്കിനെ പറ്റി പറഞ്ഞില്ലേ? അപ്പൊ ഇന്ത്യൻ തേക്ക് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പം ഡിപ്പോ തേക്കും ഇന്ത്യൻ തേക്കും തമ്മിലുള്ള ഒരു ഇത് ഇപ്പൊ നാടൻ തേക്കാണ്. നാടൻ തേക്ക് പറഞ്ഞാൽ നമ്മള് തൊടിയിലുള്ള തേക്കാണിത്. ഇത് തൊടിയിലുള്ള തേക്ക് പറഞ്ഞാൽ 3/4 ഇഞ്ചോളം നമുക്ക് വെള്ള വരും. വെള്ള വരുന്നത് നമുക്ക് എന്താ വെച്ചാൽ ഈ ഡിപ്പോ തേക്കിന് ടെക്നോക്കിനോൺ പറഞ്ഞിട്ടുള്ള ഒരു രാസസംയുക്തം ഉണ്ട്. ഈ ടെക്നോക്കിനോന്റെ അളവ് കൂടുതലായിരിക്കും ഏത് ഡിപ്പോ തേക്കില്. നാടൻ തേക്കില് ടെക്നോക്കിനോൺ പറഞ്ഞിട്ടുള്ള രാസസംയുക്തം കുറവായിരിക്കും. ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മളെ മില്ലിൽ ഇറക്കുന്നത് പോളിഷ് ചെയ്യാനായിട്ട് മുമ്പുള്ള വീഡിയോ ഒക്കെ നമ്മുടെ കിടിലമണി ചാനലിൽ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് നമുക്ക് ഡിപ്പോ തേക്ക്. റോൾസ് റോയ്സ് കാറിലൊക്കെ ഇന്റീരിയൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന വുഡാണ് നിലമ്പൂർ ഡിപ്പോ തേക്ക് കേട്ടോ. റോൾസ് റോയ്സിലോ? അത്രയും ഇതാ നമ്മള് ഡിപ്പോ തേക്കിൽ ചെയ്തിട്ടുള്ള ഫർണിച്ചറാണ്. നമ്മള് വീട് മൊത്തം ഡിപ്പോ തേക്കിൽ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. നമ്മൾ അതിന്റെ വീഡിയോസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഇതൊരു ഗോൾഡിഷ് കളറാണ്. ലോകത്തിലെ ഏറ്റവും ടോപ്പ് തേക്ക് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ നിലമ്പൂരാണ്. നിലമ്പൂര് നമ്മുടെ സർക്കാരിന്ന് നമ്മളെ ലേലം എടുത്തിട്ടാണ് നമ്മള് ഈ ഡിപ്പോ തേക്ക് നമ്മൾ എടുത്ത് നമ്മുടെ മില്ലിൽ തന്നെ ഇരുന്ന് ചെയ്യുന്നതാണ്. ഇതിലൊരു ലേശം വെള്ളം ഉണ്ടാവില്ല, 100% കാതലാണ്. നമുക്കിത് പോളിഷ് ചെയ്യാതെ ഇതേപോലെ കാണിച്ച്, ഇതിപ്പോ പണിതേന്റെ ഒരു പീസാണ്, ഇതേപോലെ കാണിച്ച് പോളിഷ് ചെയ്യാനായിട്ട് മുമ്പ് നമ്മുടെ മില്ലില് നമ്മളെ വർക്ക്ഷോപ്പിൽ വന്ന് നോക്കാനുള്ള സൗകര്യം നമ്മൾ ചെയ്തു തരാം. ഷോപ്പിൽ വന്നിട്ട് ബുക്ക് ചെയ്യണം. അപ്പോൾ ഇത് ഒറിജിനൽ തേക്കാണോ കാര്യങ്ങളോ ആശാരി വന്ന് കാർപ്പൻറ്റർ വന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. ഒരു ശകലം പോലും വെള്ളം ഉണ്ടാവില്ല. പ്രൈസ് മറ്റേനെ അപേക്ഷിച്ച് കുറച്ച് കൂടും. പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡിപ്പോ തേക്കിൻ്റെ ഈ കോർണറിന് നമുക്ക് ഓഫർ വരിക 39,990 ഫുൾ സെറ്റ്. അത് നമ്മൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഈ 39,990 ഇതിൻ്റെ കൂടെ നമ്മളൊരു ടീപ്പോയ് ഓണായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓണായിട്ട് കൊടുക്കുന്നത് ഡിപ്പോ തേക്കിന്റെ കൂടെ കൊടുക്കുന്നത് ഒരു കണ്ടോ 9,900 വില വരുന്ന ഡിപ്പോ തേക്കിന്റെ തന്നെ കാളവണ്ടി. സ്പെഷ്യൽ ഷേപ്പ് അല്ലേ? ഇത് ഗ്ലാസ് ഇട്ട് കൊടുക്കും. കാളവണ്ടിയുടെ ഷേപ്പാണ് ഇത് കൊടുക്കുന്നത്. ഇത് നമ്മൾ നോർമലി 9,900 വില വരുന്ന ഈ ടീപ്പോയ് ആണ് ഇതിന്റെ കൂടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. അത് നമ്മൾ ഫ്രീ ആയിട്ട് കിട്ടണമെങ്കിൽ ഇതിലൊരു കമന്റ് ചെയ്യുക. നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വരുന്നവർക്കാണ് ഇത് കിട്ടുക. അപ്പൊ ഏത് വീഡിയോസാ കണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അത്. അപ്പൊ നമ്മളെ ഇനി നാടൻ തേക്ക് ഇതാണ് വരിക. നാടൻ തേക്കില് നമുക്ക് കുറച്ച് വെള്ളം ഉണ്ടാവും. ഇതിനും നമുക്ക് ഓഫർ ഉണ്ട് കേട്ടോ. ഇത് നാടൻ തേക്കിൽ അത്യാവശ്യം നമ്മൾ ക്വാളിറ്റി എടുത്ത് ചെയ്തേക്കണം. ഇത് നമുക്ക് 29,900 ഓഫർ പ്രൈസ്. കുറച്ച് 10,000 രൂപ കുറയും. അത് കൂടാതെ നമ്മള് 7,900 വരുന്ന ട്രീ മോഡൽ ടീപ്പോയ്, ട്രീയോ അല്ലെങ്കിൽ 2-3 ടൈപ്പ് ഉണ്ട്. ഒരു 7 ഉറുപ്പ്യ വർത്തുള്ള ടീപ്പോയ് നമ്മളെ ഈ വീഡിയോക്ക് കമന്റ് ചെയ്യുക. നമ്മളെ ചാനലും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ ഒരു ഓണായിട്ട് നമ്മൾ സ്പെഷ്യലായിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കണം. ഈ സംഭവം ഫ്രീ ആയിട്ട്, അതും തേക്കിന്റെ ഐറ്റംസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് ഇവിടെ ഉരുട്ടിയ മോഡൽ, നല്ല ഫിനിഷ് ചെയ്തിട്ടുള്ള മോഡലാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഇരുന്ന് നോക്കിയാൽ കംഫർട്ട് അറിയാൻ പറ്റും. അത്രയും നല്ല കംഫർട്ട് സംഭവം. നാടൻ തേക്ക് വെച്ചിട്ട് നമ്മൾ ക്വാളിറ്റി കുറച്ചിട്ടില്ല. ഈ നാടൻ തേക്കിൽ നല്ലോണം വെള്ളം ഉള്ളത് നമുക്ക് 19,900 ആ റേഞ്ചിലുണ്ട്. നമ്മള് കസ്റ്റമൈസ് ചെയ്യാം. ഏറ്റവും നല്ല തേക്ക് ഡിപ്പോ തേക്കാണ്, ഫോറസ്റ്റ് തേക്കാണ് നമ്മൾ ഉള്ളത്. നമ്മുടെ അടുത്ത് നാടൻ തേക്കും ഡിപ്പോ തേക്കും ഉണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ വ്യത്യാസങ്ങൾ നമുക്ക് കൂടുതൽ ഇപ്പൊ ഇതിൽ പറയാൻ പറ്റാത്ത കാരണം നമ്മളെ ചാനലിൽ കയറി നോക്കിയാൽ ഡീറ്റെയിൽ ആയിട്ടുണ്ട് എന്താണ്, അതെങ്ങനെ മരം അറക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് വരുന്നത് എന്തിനാണ്? ഓർഡേഴ്സ് ഡിപ്പോ തേക്ക് വരുന്നുണ്ട്, നാടൻ തേക്കും വരുന്നുണ്ട്. അതിൽ ഏത് പ്രൊഡക്റ്റിനാണ്? ഇപ്പൊ അലമാരിക്കാണോ? അലമാരി സെറ്റും എല്ലാം വരുന്നുണ്ട്. പിന്നെ നമുക്ക് സാധാരണക്കാർക്ക് ഇപ്പോ ഡ്രസ്സുകൾ മടക്കി വയ്ക്കുമ്പോൾ എലി കാര്യങ്ങൾ അടിക്കുമ്പോൾ ഇപ്പൊ അടുത്ത്
ഒരു ഏജ് ആയിട്ടുള്ള ഒരു തൊഴിലുറപ്പിന്ന് പോകുന്ന ഒരു അമ്മമ്മ വന്നിട്ട് നമ്മള് വളരെ വില കുറഞ്ഞിട്ടുള്ള ഒരു അലമാര ചോദിച്ചു. അപ്പോൾ നമ്മൾ അത് ഇങ്ങനെയുള്ള സാധാരണക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്രൈസ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അത് എന്തായാലും ഇന്നെങ്ങാട്ട് ആയിട്ടുള്ള അലമാര ഞാനത് കാണിച്ചിട്ട് ഗസ് ചെയ്യാൻ പറയാം എത്ര വില വരുന്നുണ്ടോ എന്ന്. എന്നാലും ആ ഓഫറിന്റെ ക്വാളിറ്റി അറിയുള്ളൂ. ഇതിപ്പോ എന്നെങ്ങാട്ട് ഹൈറ്റ് ഉണ്ട്, 6.25 ഹൈറ്റ് ഉണ്ട്. 5 വർഷം നമ്മൾ വാറണ്ടി കൊടുക്കുന്ന ഹൈറ്റാ പാർട്ടിക്കിൾ ബോർഡിന്റെ. ഉള്ളിലൊക്കെ നല്ല സ്പേസ് ഉണ്ട്. ഇനി ഞാൻ ഇതിൽ ഇരുന്ന് കാണിച്ചാൽ ഇതിന്റെ സ്ട്രോങ് കണ്ടോ, അത്രയും സ്ട്രോങ് ആണ് ഇത്. ഈ സംഭവം നമുക്ക് മാർക്കറ്റിൽ 10-നൊക്കെ മോഡൽ ഉണ്ടാവും, വില ഉണ്ടാവും. നമ്മളിത് എന്ത് വിലക്ക് കൊടുക്കുന്ന അത് നമുക്കത് വന്ന് ബുക്ക് ചെയ്യണം. പിന്നെ ഇത് ബൾക്ക് സ്റ്റോക്ക് അവൈലബിൾ അല്ല കേട്ടോ. ബൾക്ക് സ്റ്റോക്ക് പറഞ്ഞാൽ കടക്കാർ വരും 50 പീസ് 100 പീസ് പറഞ്ഞിട്ട് നമ്മള് വീഡിയോ ഇടുമ്പോ. അപ്പൊ ഒരു ഫാമിലിക്ക് ഇത് ഒരെണ്ണം എന്നുള്ള രീതിയിൽ നമുക്ക് ചെറിയ പ്രൈസ് എന്നാലും എത്ര കൊടുക്കേണ്ടി വരും? ഒരു ഇത്രയും ഒരു 8,000 7,000 8,000. അതൊന്നും അത്രയൊന്നുമില്ല, വളരെ 3,990 കേട്ടോ കൊടുക്കുന്നത്. ചെറിയ കാരണം ഞാനുണ്ടല്ലോ ഏകദേശം ഇത്ര ഈ ഒരു ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഇവിടെ ഹാങ്ങറും കൂടെ ഉണ്ട്, അത്ര മാത്രം വ്യത്യാസമുള്ളൂ. അത് ഞാൻ വാങ്ങിച്ചതിന് എനിക്ക് 8,200 എങ്ങാണ്ട് ആയത്. അതാ ഞാൻ ആ ഒരു റേറ്റ്. പിന്നെ അതല്ല ഇതിലുണ്ട് ലോക്കറുള്ളുണ്ട്, ഇതിനും സെയിം റേറ്റ്. അല്ല ഇതിനൊരു 1000 രൂപ കൂട്ടി കൊടുക്കേണ്ടി വരും. കാരണം എന്താ അറിയോ, ഇതിനൊരു ലോക്കർ വരുന്നുണ്ട്, ഇവിടെ ഒരു തട്ട് വരുന്നുണ്ട്, ഇവിടെ ഒരു ഇത് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് 4,990 വരുന്നുള്ളൂ. ഞാനെടുത്തവരെ എന്നെ പറ്റിച്ചു. അല്ല ഇതെന്താ വെച്ചാൽ നമ്മൾ അത്രയും ബൾക്കടിക്കുന്ന, അതാണ് നമ്മൾ ഓഫർ പറയുന്നത്. ഇതിപ്പോ ഒരു 500 പീസ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് കൊടുക്കില്ല. പക്ഷെ 500 പേരായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 500 അല്ല 1000 പേർക്ക് നമ്മൾ കൊടുക്കും. ഇതിപ്പം ഏത് തേക്കാണ്? ഇത് തേക്കല്ല, ഇത് പാർട്ടിക്കൽ ബോർഡ് വരും. നമ്മള് പ്ലൈവുഡ് ഇനത്തിൽ അത് ആൾക്കാർ തെറ്റി. ഇത് ഈ കളർ കാണുമ്പോൾ കുറെ വീഡിയോയിൽ തെറ്റി ധരിച്ചിട്ട് തേക്കാന്ന് വിചാരിച്ച് വരുന്നുണ്ട്. തേക്കിന്റെ ഐറ്റം നമുക്ക് ഇവിടെ ഉണ്ട്, അത് നമ്മള് വീഡിയോയിൽ തന്നെ കാണിക്കും. തേക്കിന്റെ അലമാരക്ക് പണിക്കൂലിയും കാര്യങ്ങളും വരും. ഇത് പാർട്ടിക്കൽ ബോർഡ്, നമ്മൾ പുതിയ ഇന്റീരിയർ വുഡ് എന്നൊക്കെ പറയും. ഇന്റീരിയർകാരൊക്കെ വീട്ടിൽ ചെയ്യില്ല. ഇത് കംപ്ലൈന്റ് ഒന്നും വരില്ല, ഉറക്കുത്ത കാര്യങ്ങളൊന്നും ഇല്ല. തേക്കല്ല, പക്ഷെ മരം പോലത്തെ ഒരു ക്വാളിറ്റി ഇതിനുണ്ട്. പക്ഷെ 3,990 രൂപയ്ക്ക് ഇത് കിട്ടുക പറഞ്ഞാൽ വലിയൊരു കാര്യം. സാധാരണക്കാരെ സംബന്ധിച്ച് അവർക്ക് എലി കടിക്കാതെ ചാക്കിൽ കെട്ടി വെച്ചിട്ടും എലി കടിക്കാന്ന് പറഞ്ഞിട്ടൊക്കെ വന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടിയിട്ടൊരു മീഡിയം ആയിട്ടുള്ള രീതിയിൽ നമ്മളൊരു ഐറ്റം ഇറക്കിയതാണ്. പക്ഷെ ഇത് നമ്മൾ ഓവർ സ്റ്റോക്ക് നമുക്ക് കൊടുക്കാൻ കഴിയില്ല. നമ്മളിപ്പോൾ അതെന്താ കുറേ പ്രൊമോഷൻ വർക്കിന് വേണ്ടിയിട്ടൊരു ഫണ്ട് നമ്മൾ വലിയ വലിയ സെലിബ്രിറ്റികളെ ഇറക്കുമ്പോൾ നമ്മൾ ലക്ഷങ്ങൾ ചിലവ് വരും. അപ്പോൾ നമ്മൾ ആ ഫണ്ട് നമ്മുടെ ഫോളോവേഴ്സിന് തന്നെ ഡിവൈഡ് ചെയ്തിട്ട് ഇങ്ങനെ ചില ഓഫറുകൾ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെയും കൂടി നമ്മൾ ചെയ്യുന്നതാണ്. അപ്പം നമ്മളെ സെലിബ്രിറ്റിക്ക് പറഞ്ഞാൽ നമ്മുടെ ഫോളോവേഴ്സ് ആണ്. അപ്പൊ അവർക്കുള്ള റേറ്റ് നമ്മൾ ഇങ്ങനെയൊക്കെ കൊടുക്കുക. അപ്പൊ അത് മിസ്യൂസ് ചെയ്ത് 50 പീസ് വേണം ഇന്ന് വേണം എന്ന് പറയരുത്. വന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത് മാത്രമായാലും കൊടുക്കും. പിന്നെ ഡെലിവറി ചാർജ് സെപ്പറേറ്റ് ആണ്. നമ്മൾ ക്ലബ് ചെയ്ത് വിടാൻ പറ്റാവുന്നതോളം ക്ലബ് ചെയ്ത് വിടും. അല്ലാന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് കൊണ്ടുപോകണമെന്ന് വെച്ചാൽ കിലോമീറ്റർ ചെറിയ ഐറ്റങ്ങളെ 30, 35, വലിയ വണ്ടി വെച്ചാൽ 40, അങ്ങനെയുള്ള വണ്ടികൾ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും കസ്റ്റമർക്ക്. ഇനിയിപ്പോ കുറെ ലോങ്ങിലേക്കാണ് 2 ടീമുകൾ 3 ടീമുകൾ ഉണ്ടെങ്കിൽ ഈ ഒരു അലമാരി ഇവിടുന്ന് കൊച്ചിയിലേക്ക് പറഞ്ഞാൽ 2-3 ടീം ഉണ്ടെങ്കിൽ നമ്മൾ അവർ ഷെയർ ചെയ്തിട്ട് കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഒറ്റ പീസ് ആണെങ്കിൽ കിലോമീറ്റർ നമുക്ക് ചെറിയ വണ്ടിയിൽ പോവാം. അപ്പൊ 30 രൂപ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളിപ്പോൾ 100 കിലോമീറ്ററിലേക്ക് ആക്കണം. അപ്പോൾ 1-2 പ്രൊഡക്റ്റ് എടുത്ത് ഒരെണ്ണം കൊണ്ടുപോകുമ്പോൾ ലാഭം തന്നെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ആ വഴിക്കൊക്കെ എങ്ങനെയെങ്കിലും കിട്ടും. കുറച്ച് ടൈം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 ആളോ 3 ആളോ ഷെയർ ചെയ്ത് ഇപ്പോൾ ഒരു വാടക എക്സാമ്പിൾ 2000 വഴിയാണെങ്കിൽ ഒരു 4 പേരുണ്ടെങ്കിൽ 500 വരിക. പക്ഷെ ക്ഷമ വേണം. ഇന്ന് കിട്ടണം എന്ന് പറഞ്ഞാൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വണ്ടി വിളിച്ച് പോകാനേ പറ്റുള്ളൂ.